പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തി മലയോര മേഖലയിൽ വീണ്ടും കാട്ടാനക്കൂട്ടത്തിന്റെ വിളയാട്ടം. സംഭവത്തെ തുടർന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും മലയോര സമിതി പ്രവർത്തകരും സ്ഥലത്തെത്തി നാശനഷ്ടങ്ങൾ വിലയിരുത്തി. വന്യജീവി ശല്യത്തിൽ വലയുന്ന മലയോര മേഖലയ്ക്ക് കനത്ത ആഘാതം സൃഷ്ടിച്ചുകൊണ്ടാണ് തിങ്കളാഴ്ച കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. പുൽക്കണ്ണിക്കുളത്തിന് എതിർവശത്തുള്ള കൃഷിയിടങ്ങളിലും അതിനോട് ചേർന്ന് കിടക്കുന്ന നാടാംപാടം, നമ്പൂതിരിപ്പാടം ഭാഗങ്ങളിലുമാണ് ആനകൾ വ്യാപകമായി താണ്ഡവമാടിയത്. കർഷകർ ഏറെ പ്രയത്നിച്ചുണ്ടാക്കിയ തെങ്ങ്, വാഴ, കവുങ്ങ് ഉൾപ്പെടെയുള്ള കാർഷിക വിളകൾ ആനക്കൂട്ടം ചവിട്ടിമെതിച്ചും പിഴുതെറിഞ്ഞും നശിപ്പിച്ചു. സംഭവം അറിഞ്ഞ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും മലയോര സമിതി ഭാരവാഹികളും സ്ഥലത്തെത്തി കൃഷിനാശം നേരിട്ട് കണ്ട് വിലയിരുത്തിയിട്ടുണ്ട്. തങ്ങൾക്ക് സംഭവിച്ച നഷ്ടത്തിന് അടിയന്തരമായി സർക്കാർ പരിഹാരം കാണണമെന്നും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ വനംവകുപ്പ് കർശന നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് കർഷകരുടെയും മലയോര സമിതിയുടെയും ആവശ്യം. പുലിക്കണ്ണിക്കുളത്തിന്റെ സമീപം ഇന്നലെ ആന വന്ന് നശിപ്പിച്ച തെങ്ങും വാഴകളൊക്കെയാണിത്. ഇവിടെ ഇന്നലെ വ്യാപകമായിട്ടിപ്പോൾ ആനശല്യം ഉണ്ട്. ഇന്നലെ 5 ആനകൾ ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെയുള്ള നാട്ടുകാർ പറഞ്ഞത്. ജനവാസ മേഖലയിൽ ആന വന്ന അപകടമാണ്. തോട്ട മേഖലയിൽ ആന പറഞ്ഞ പോലെയല്ല. ഇത് തൊട്ടടുത്ത വീടുകളാണ്. തൊട്ടടുത്ത വീടുകൾ, ആ താഴത്തെ വീടിൻ്റെ പിൻഭാഗത്തു കൂടെയാണ് ആന വന്നിട്ട് തൊട്ട് താഴത്തെ വാഴ